Volkswagen എന്ന് വിളിക്കാവുന്ന ഇന്റീരിയേഴ്സ് ആണ് പോളോയുടേത്. വളരെ എലഗന്റ് ആണ്, വളരെ കാണാൻ ഭംഗിയുള്ളതാണ്. 2-ടോൺ ഇന്റീരിയേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. ഡാഷ്ബോർഡ് 2-ടോൺ ആണ്. അതുപോലെ തന്നെ വളരെ നിലവാരമുള്ള ഇന്റീരിയർ പ്ലാസ്റ്റിക്കും മറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സീറ്റിൻ്റെ ക്വാളിറ്റിയും എടുത്ത് പറയേണ്ടതുണ്ട്. നല്ല തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ഉള്ള സീറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോൾ വേർഷനിലെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ, അതായത് 1.2 ലിറ്റർ പെട്രോൾ വേർഷനിലെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായ ഹൈലൈനാണ്. ഇതിൽ ABS ഉണ്ട്, 2 എയർ ബാഗുകളുണ്ട്, കൂടാതെ സെൻട്രൽ ലോക്കിംഗ് ഉണ്ട്, നല്ലൊരു MP3 CD പ്ലെയർ ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള ഓഡിയോ കൺട്രോളുകളില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ക്ലൈമറ്റ് കൺട്രോളും നമ്മൾ ഇത്തരം ടോപ്പ് എൻഡ് മോഡൽ പ്രതീക്ഷിക്കും. അത് രണ്ടും ഇതിലില്ല. ബാക്കി എല്ലാ സൗകര്യങ്ങളും കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് സ്കോഡ ഫാബിയയുടെ പ്ലാറ്റ്ഫോമിലാണ് പോളോ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ബാക്കിലെ മാത്രം ലെഗ് റൂം ഒരു അല്പം കുറവുണ്ട് ഫാബിയേക്കാളും. പക്ഷേ അത് ബൂട്ട് സ്പേസ് ആയിട്ട് കമ്പനി നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ 294 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് Volkswagen പോളോയ്ക്ക്. എങ്കിലും ബാക്ക് സീറ്റിൻ്റെ ലെഗ് റൂമിൻ്റെ കാര്യത്തിൽ മാരുതിയുടെ സ്വിഫ്റ്റിനോടാണ് കൂടുതൽ സാമ്യം നമുക്ക് പോളോയുടെ കാര്യത്തിൽ പറയാവുന്നത്. എന്നാൽ മറ്റെല്ലാ സീറ്റുകളിലും അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റുകളിൽ നല്ല ലെഗ് റൂമും നല്ല ഹെഡ് റൂമും ഉണ്ട്. വലിയൊരു വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രതീതിയാണ് നമുക്ക് പോളോയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ലഭിക്കുന്നത്.